ഞങ്ങൾ വെങ്ങോല വാഴക്കുളം പഞ്ചായത്തിലെ ജനപ്രതിനിധികളാണ്. കഴിഞ്ഞ കുറേ നാളുകളായി വെങ്ങോല പഞ്ചായത്തിൻ്റെയും വാഴക്കുളം പഞ്ചായത്തിൻ്റെയും അതിർത്തി പങ്കിടുന്ന ബായി കോളനി എന്ന സ്ഥലത്ത് അതിരൂക്ഷമായ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും പെൺവാണിഭത്തിൻ്റെയും കേന്ദ്രമായി ഉത്തരേന്ത്യയെ വെല്ലുന്ന തരത്തിലുള്ള ഒരു സ്ഥലമായി ഈ ബായി കോളനി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ വാഴക്കുളം പഞ്ചായത്തിലെയും വെങ്ങോല പഞ്ചായത്തിലെയും നല്ലവരായ ചെറുപ്പക്കാർ ഒരു പ്രതിരോധം തീർക്കുന്നതിന് വേണ്ടി അവിടെ അനധികൃതമായി നടക്കുന്ന ഈ സംഭവങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിച്ചതിൻ്റെ പേരിൽ പോലീസും എക്സൈസും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളും ചേർന്ന് കള്ളക്കേസിൽ കുടുക്കി പഞ്ചായത്ത് പ്രസിഡന്റ് ഭർത്താവിനെ പോലും കള്ളക്കേസിൽ കുടുക്കി ജാമ്യമില്ലാത്ത വകുപ്പ് ചാർജ് ചെയ്ത് പോലീസിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതുമായി ബന്ധപ്പെട്ടാണ് വാഴക്കുളം പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റും ജനപ്രതിനിധികളും ബ്ലോക്ക് പഞ്ചായത്തും ജനപ്രതിനിധിയും വെങ്ങോല പഞ്ചായത്ത് പ്രസിഡന്റും ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ പോലീസിൻ്റെ ഈ അതിഥി തൊഴിലാളികൾക്ക് ഇത്തരം അനാശാസ്യ പ്രവർത്തനങ്ങൾക്ക് ഒത്താശ ചെയ്യുന്നതിന് കർശന നിലപാടുകളും നടപടികളുമായി വെങ്ങോല വാഴക്കുളം ഗ്രാമപഞ്ചായത്തുകൾ മുന്നോട്ട് പോകും എന്ന് ഈ സന്ദർഭത്തിൽ അറിയിക്കുന്നു. ഇറങ്ങി നടത്താൻ പറ്റാത്ത വിധമുള്ള മയക്കുമരുന്നും കഞ്ചാവും ഒക്കെയുള്ള ഒരു കേന്ദ്രമായിട്ട് പെരുമ്പാവൂരിൻ്റെ ഈ ഒരു ഭാഗം മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ കള്ളക്കേസിൽ കുടുക്കി ഒരു പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ഭർത്താവിനെ ജയിലിൽ ആക്കാൻ ശ്രമിച്ചിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികൾ എന്ന നിലയിൽ ഞങ്ങൾക്ക് ജയിലിൽ പോകേണ്ടി വന്നാലും ഇങ്ങനെയുള്ള അനാശാസ്യ പ്രവർത്തനങ്ങളെ ഞങ്ങൾ ഇവിടെ പ്രോത്സാഹിപ്പിക്കില്ല. ഇനി മുഴുവൻ ആളുകൾ പോലും ജയിലിൽ പോയാൽ പോലും ഈ ഒരു പ്രവർത്തനവുമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുവാനോ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളെയോ ഞങ്ങൾ ഇവിടെ വെച്ച് പൊറപ്പിക്കില്ല എന്നുള്ള ഒരു വലിയ ഉത്തമമായ ബോധ്യത്തിലൂടെയാണ് ഇവിടെയുള്ള നാട്ടുകാർ ഈ പോലീസ് സ്റ്റേഷന് ചുറ്റും കൂടിയിരിക്കുന്നത്. തീർച്ചയായും ഇങ്ങനെയുള്ള അനീതിക്കെതിരെയുള്ള സമരങ്ങൾ ഞങ്ങളിവിടെ തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ. തീർച്ചയായും പോലീസുകാരടക്കം ഇവരെ സഹായിക്കുന്നവരെ ഞങ്ങൾക്ക് കണ്ടെത്താനും ന്യായമായ കാര്യങ്ങൾ സമൂഹത്തിൻ്റെ ഇടയിലേക്ക് കൊണ്ടുവരുവാനും ഇതുപോലുള്ള അനാശാസ്യ പ്രവർത്തനങ്ങൾ നിർത്തുന്നതുവരെ ഈ നാടും നാട്ടുകാരും ഒറ്റക്കെട്ടായിരിക്കുമെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളൂ.